റേഡിയേഷന് ശേഷം ചർമ്മം കരിഞ്ഞ് കരുവാളിച്ചു പോയി എന്ന് കേട്ടിട്ടല്ലേ? ഇത് റേഡിയേഷന് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളതാണ്. ആദ്യത്തെ ആഴ്ചയ്ക്ക് നല്ല കറുപ്പായിരുന്നു. ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. നല്ല വെളുത്ത ശരീരമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചുവപ്പ് കളറായിരിക്കും. തവിട്ട് നിറം അല്ലെങ്കിൽ എൻ്റെ നിറമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കറുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ പേർപ്പിൾ കളറോ ഒക്കെ ആയിരിക്കും. ഇത് ഏതാണ്ട് നല്ല സൺബേൺ ആയിട്ട് കരിഞ്ഞു പോവില്ലേ, അതുപോലെ നമുക്ക് തോന്നാം. റേഡിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഉള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമെന്നാണ്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ആഴ്ചകൾക്കൊക്കെ ശേഷം പതിയെ അത് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ 1 വർഷത്തിൽ കൂടുതലായി എനിക്കിതുവരെ ആ സൈഡ് ഒരു പൂട പോലും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ റേഡിയേഷൻ കഴിഞ്ഞ ഭാഗത്ത് ചെറിയ നീറ്റലും ചൊറിച്ചിലും പിന്നെ സ്കിൻ അടർന്നു പോകുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല ചൂട് തോന്നുന്ന സമയത്ത് ഒരു ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കറുത്ത് കരുവാളിച്ചിരിക്കുന്നതുകൊണ്ട് അവിടോട്ട് നോക്കാനൊരു മടി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ കറുപ്പില്ലേ, അത് താൽക്കാലികം മാത്രമാണ് കേട്ടോ. അത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ അത് പതിയെ അതിൻ്റെ കളറ് മാറി തുടങ്ങും. എന്നാലും ആ സമയത്ത് റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ചർമ്മത്തെ കുറച്ചുകൂടെ നന്നായി സംരക്ഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ അവിടെ ഈ റേഡിയേഷൻ ചെയ്ത ഭാഗം എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ വിയർക്കുകയൊക്കെ ചെയ്താൽ അത് കഴുകി പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇനി വൃത്തിയാക്കുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ബോഡി വാഷൊക്കെ ഉപയോഗിച്ചിട്ട് വേണം കഴുകാൻ. വളരെ വീര്യമുള്ള സോപ്പുകൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ സോപ്പ് തേക്കുന്ന സമയത്ത് നമ്മൾ സ്പോഞ്ചും സ്ക്രബും ഒക്കെ ഉപയോഗിക്കരുത്. ഇതൊക്കെ വെച്ച് ഉരച്ച് കഴുകി കളയരുത്. അതിന് പകരം നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അത് വളരെ സോഫ്റ്റായിട്ട് ആ സ്ഥലത്ത് തേച്ച് കഴുകുകയാണ് വേണ്ടത്. ഇനി തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തോർത്ത് വെച്ച് വലിച്ച് തുടച്ച് കളയരുത്. പതുക്കെ തോർത്തുകൊണ്ട് ആ സൈഡ് ഇങ്ങനെ പതിയെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ വലിച്ചോരച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു ഉരവൊക്കെ വന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. കാരണം ആ സമയത്ത് സ്കിൻ വളരെ സോഫ്റ്റാണ് അവിടെ. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ. ഈ ചർമ്മത്തിലെ ഈ കറുപ്പ് നിറം മാറാനും വരൾച്ചയൊക്കെ മാറാൻ വേണ്ടി എനിക്ക് ഡോക്ടർ റേഡിയേഷൻ്റെ സമയത്ത് ഒരു ക്രീം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റേഡിയേഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ റേഡിയേഷൻ ചെയ്തത് എന്നുള്ള, റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടെ വേണം, ഡോക്ടർ പറയുന്ന സാധനം വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാരി പുരട്ടരുത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കടയിൽ നിന്ന് കിട്ടുന്ന ക്രീമുകളോ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ നമ്മൾ പൊതുവേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ സാധനങ്ങളൊന്നും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കരുത്. ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടെ മാത്രമേ എന്തെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാവൂ. ഇനി ഇത് അപ്ലൈ ചെയ്താലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റേഡിയേഷന് പോകുന്നതിന് മുമ്പ് ഇവിടെ ക്ലീൻ ആയിരിക്കണം. ഒന്നും ആ ഒരു ഭാഗത്തും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ചൂട് കാരണം, നമ്മൾ റേഡിയേഷൻ ചൂടാണല്ലോ, ചൂട് കാരണം പലരും അവിടേക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ അനുവാദത്തോടെ അപ്ലൈ ചെയ്യുക. ഇനി റേഡിയേഷന് പോകുന്നതിന് മുമ്പായിട്ട് ക്ലീനായിട്ട് കഴുകി വൃത്തിയാക്കി, ഒരു ഓയിലും സോപ്പും ഒന്നും അവിടെ ഇല്ലാതെ, ക്രീമും ഒന്നുമില്ലാതെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ റേഡിയേഷനായിട്ട് പോകാനുള്ളത്. ഇനി റേഡിയേഷൻ കഴിഞ്ഞാലും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് സ്പർശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ നമ്മൾ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ കറുപ്പ് നിറം വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഞാൻ റേഡിയേഷൻ കഴിഞ്ഞ സമയത്തൊക്കെ എപ്പോഴും ഈ ഷോൾ, ഈ വൈറ്റ് ഷോൾ എപ്പോഴും ഞാൻ കരുതാറുണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലുള്ളപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ വൈറ്റ് ഷോൾ കൂടെ കരുതും. എന്നിട്ട് ഇതിനെ ഫുള്ളും ഞാൻ കവർ ചെയ്തിട്ടാണ് നടക്കുന്നത്, വൈറ്റ് ഷോൾ. പിന്നെ കൂടെ ഞാൻ ഒരു കുടയും കൂടെ എടുക്കാറുണ്ട്. നമ്മൾ ഈ സമയത്ത് നാണക്കേടൊന്നും വിചാരിക്കരുത്. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കാണ് അറിയാവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കിയേ പറ്റുള്ളൂ. എനിക്ക് 15 റേഡിയേഷനാണ് ഉണ്ടായിരുന്നത്.
പിന്നെ റേഡിയേഷൻ എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ആ സമയത്ത് നമുക്ക് അധികം വേദനയൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് റേഡിയേഷൻ. അപ്പോൾ അതിന് പേടിയൊന്നും വേണ്ട ആർക്കും. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റേഡിയേഷനും വളരെ ഈസി ആയിട്ട് പേടിയില്ലാതെ ഭയമില്ലാതെ നമുക്ക് നടത്തിയെടുക്കാം. ഓക്കെ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതും കടന്നു പോകും. ധൈര്യമായിട്ടിരിക്കുക.